ഇന്ന് ഞാൻ 1 മാസം എത്തുമ്പോഴോ അല്ലെങ്കിൽ 2 മാസം എത്തുമ്പോഴോ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ റൂട്ടീനാണ് കേട്ടോ ചെയ്യുന്നത്. ഹോൾ ബോഡി പ്ലസ് ഹെയർ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇന്ന് എൻ്റെ മുഖത്ത് നല്ലപോലെ പിമ്പിൾസ് ഉണ്ടായിരുന്നു. അതും പിമ്പിൾ വന്നിട്ട് പൊട്ടിച്ചോര വരെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പാടാണ്ടോ നേരത്തെ കണ്ടേ. ആദ്യം തന്നെ എൻ്റെ ഫേസ് ഒന്ന് ഞാൻ സ്ക്രബ് ചെയ്യാനായിട്ട് എവരിയൂത്തിന്റെ വാൾനട്ട് സ്ക്രബാണ് എടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ജസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ അത് തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൊടികളാണ് കേട്ടോ. ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള, പലപ്പോഴും എൻ്റെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു പൊടിയുടെ മിക്സ് ആണ്. അതിനകത്തേക്ക് ഞാൻ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ ബോഡിക്കും ഫേസിനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പാക്ക്. പിന്നെ എൻ്റെ ഹെയറിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധാരണ ആയുർവേദ കടയിൽ നിന്ന് മേടിച്ച ഹെയർ ഓയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എൻ്റെ ബോഡി മൊത്തം ഒന്ന് ജസ്റ്റ് ഓയിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ എടുത്ത് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് നമ്മുടെ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തു. ആദ്യം തന്നെ എൻ്റെ ഹെയറിന്റെ കോലം കണ്ടില്ലേ നിങ്ങൾ? ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് മൊത്തം ടെക്സ്ചർ മാറിയിരിക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഓയിൽ കമത്തിയിട്ടുണ്ടായിരുന്നു തലയിലോട്ട്. പിന്നെ ഹെയറിന്റെ അറ്റം മൊത്തം ഇങ്ങനെ ഒരുമാതിരി വാല് പോലെ കിടക്കണമായിരുന്നു. അതുകൊണ്ട് റൂട്ട്സിലും അതുപോലെ തന്നെ ഹെയറിന്റെ ടിപ്സിലും എല്ലാം ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഇഷ്ടം പോലെ മുടി കൊഴിയണുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി വന്ന എണ്ണ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നെറ്റുകറിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഗ്രോത്ത് ഹെയർ അവിടെ വരാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. എനിക്കങ്ങനെ വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ തന്നെ കുറച്ചെടുത്തിട്ട് നമ്മളുടെ ഈ പറയുന്ന നെറ്റുകയറുന്ന സ്ഥലത്ത് തേച്ച് കൊടുത്താൽ ഒരുപാട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് കുറെ കാലം ചെയ്യണം. പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ നമ്മുടെ കസ്തൂരി മഞ്ഞളും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് വെച്ചത് എൻ്റെ കഴുത്തിലും എൻ്റെ ഫേസിലും എല്ലായിടത്തും എനിക്ക് പറ്റുന്നിടത്തെല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര റിലാക്സിങ് ഫീൽ ആണ് കേട്ടോ നമ്മളിങ്ങനെ ഇരുന്ന് സ്ലോലി നമ്മുടെ ഈ ബോഡിയൊക്കെ മസാജ് ചെയ്യുമ്പോഴത്തേനും. നമ്മൾ വേറെ വല്ല സലൂൺസിലൊക്കെ പോയി ചെയ്യുമ്പോഴത്തേനും നല്ല സുഖമാണ്, അതുപോലെ തന്നെ നല്ല പൈസയുമാണ്. ഇതാകുമ്പോൾ നമ്മുടെ കുറച്ച് നേരത്തെ എഫേർട്ട് മതി, അത്രയും അങ്ങനെ എക്സ്പെൻസീവ് അല്ല, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഫേസ് പാക്ക് അതിന്റെ മേളിൽ കൂടി ഇട്ടതിന് ശേഷം ഒരു 20 മിനിറ്റോളം ഞാൻ അത് വെച്ചിട്ടുണ്ടായിരുന്നു. ബോഡി മൊത്തം ഞാൻ ആ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് സ്ക്രബ് ചെയ്തിട്ടാണ് ഞാൻ കഴുകി കളഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞ് ഞാനൊരു കുളി പാസ്സാക്കി. നല്ല റിഫ്രഷിംഗ് ഫീൽ ആയിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ. കുറെ പേര് ഓരോ സലൂൺസിലൊക്കെ പോയിട്ടും പല ആയുർവേദ ഷോപ്പുകളിലൊക്കെ പോയിട്ടും ഈ ഫേസ് പാക്കും ഓയിലിങ്ങും ഒക്കെ ചെയ്ത് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷെ എല്ലാവർക്കും അതുപോലെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ കറന്റ് ഇപ്പൊ പറ്റാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുറച്ച് നേരത്തെ എഫേർട്ട് ഒരു സലൂണിൽ പോയിട്ട് ചെയ്യുന്ന അത്രയും എഫക്ട് കിട്ടിയില്ലെങ്കിലും നമ്മുടെ എഫേർട്ട് ഇടുന്നതിനുള്ള റിലാക്സേഷനും അതുപോലെ തന്നെ നല്ല കൂളിംഗ് എഫക്റ്റും അതിൻ്റെതായ റിഫ്രഷ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത്ര കണ്ട് പൈസ ചെലവാവേയുമില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ ഫോളോ ചെയ്യാനല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് വേണ്ടി ഒരു ഇച്ചിരി സമയം നമ്മൾ തന്നെ മാറ്റി വയ്ക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫീൽ ദ ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബൈ.